ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റിയാണ് ഒരു വെണ്ടക്ക തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 3 മിനിറ്റ് വേണ്ട കേട്ടോ അത് ഉണ്ടാക്കാൻ. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെണ്ടക്ക തോരൻ വയ്ക്കാൻ ചെയ്യാൻ അറിയാത്തവർ ചെയ്തു. നമ്മളിതിൽ ചുവന്നുള്ളി മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ. സബോള ഇട്ടുണ്ടാക്കിയാൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. 1 കപ്പ് ആദ്യം എണ്ണ ചൂടാക്കിയാൽ നമ്മൾ ചുവന്നുള്ളിയാണ് ഇടുന്നത് കേട്ടോ. കടുകൊന്നും ഇതിൽ താളിക്കരുത്. വളരെ ടേസ്റ്റിയും വളരെ ഈസിയുമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അതിന് വേണ്ട. ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, വെണ്ടക്ക, തേങ്ങ, ഇത്രയും സാധനങ്ങൾ മതി. ഇതെല്ലാം കുറേശ്ശെ അധികം ചേർക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. വെണ്ടക്ക ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാവണ്ടേ. അപ്പോൾ ഇതൊക്കെ അധികം ചേർത്ത ടേസ്റ്റും കൂടുതലാണ്, നല്ല ഹെൽത്തിയുമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചേർക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ പച്ചമുളകും കറിവേപ്പില ഇടാം. ഇതും ചേർത്തൊന്ന് വഴറ്റാം. വളരെ കുറച്ച് ഉപ്പുണ്ട് കേട്ടോ. വെണ്ടയ്ക്കല്ലേ, വേറെ ഒന്നും ഇതിൽ ചേർത്തില്ല കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ഇട്ടിട്ട് വഴറ്റാട്ടോ. അതിൽ തുള്ളി പോലും വെള്ളം ചേർക്കരുത് കേട്ടോ. നമ്മളത് ഇളക്കി നൈസായിട്ടത് അരിഞ്ഞിരിക്കുന്നത് കാണണ്ട, നൈസായിട്ട് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനൊന്നും വേണ്ട കേട്ടോ, വെള്ളം വേണ്ട. വെറുതെ പതുക്കനെ ഉപ്പ് കുറച്ചിട്ടുണ്ട്, ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി കേട്ടോ. എല്ലാതും ഇതിലിട്ടുണ്ട്. ഇത് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കാം. ഇതിവിടെ പകുതി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് തേങ്ങ ഇട്ടിട്ട് മുഴുവനായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് മൂടി വയ്ക്കാനും പാടില്ല, വെള്ളം ഒഴിക്കാനും പാടില്ല കേട്ടോ. അടുത്ത് നിന്ന് ഇളക്കി നോക്കി അടി പിടിക്കാണ്ട് ഉണ്ടാക്കണം. കണ്ട, നമുക്കൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ, പണി കഴിഞ്ഞു. ഇത്ര പണിയുള്ളൂ. 3-4 മിനിറ്റോ മതി ഇത് ഉണ്ടാക്കാൻ. അതിലും കൂടുതൽ വേണ്ടല്ല, അരിഞ്ഞു വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഓക്കെ കേട്ടോ, ബൈ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ, വളരെ നല്ലതാണ്.